ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ CPIM ബന്ധമുള്ള 2 CIമാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. CPIMന് വേണ്ടി അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇവരുടെ ഇടപെടൽ SITയെ നിർവീര്യമാക്കുമെന്നും വി ഡി സതീശൻ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. സലീം മാലിക്കുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം? സലീം. ഉന്മേഷ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുരുതരമായ ഒരു ആരോപണമാണ് പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് LDF ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തിരിച്ചടിച്ചു എന്നൊരു വിലയിരുത്തലിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ തന്നെ ഈ അന്വേഷണ സംഘം അന്വേഷണവുമായി തുടർന്നു പോവുകയായിരുന്നു. അതിനിടയിൽ ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ അന്വേഷണ സംഘം വിപുലീകരിച്ച് 2 CIമാരെ ഉൾപ്പെടുത്തിയ 2 പേരും CPIM ഫ്രാക്ഷനിൽ ഉൾപ്പെട്ടവരാണ് എന്നുള്ളൊരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണ് CPIMന്റെ ഫ്രാക്ഷനിൽപ്പെട്ട 2 ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റിയിരിക്കുന്നത്. അവിടെ നിന്നും ഈ വാർത്തകൾ ഈ സർക്കാരിലേക്ക് ചോർത്തി നൽകാനാണ് നീക്കം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ SITയെ നിർവീര്യമാക്കാനുള്ള നീക്കമാണ് ഈ 2 ഉദ്യോഗസ്ഥരെ നിയമിച്ചതിലൂടെ നടക്കുന്നത്. ആ വിഷയത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ നിയമനത്തിന് പിന്നിൽ മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതരുമാണ് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഇപ്പോൾ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ചില ആരോപണങ്ങൾ നിലവിലുണ്ടായിരുന്നു. CPM നേതൃത്വവുമായി ബന്ധമുള്ള 2 CIമാരെ നേരിട്ട് നിയോഗിക്കുകയായിരുന്നു. എന്ത് മാനദണ്ഡമാണ് ഈ 2 ഉദ്യോഗസ്ഥരെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നതുൾപ്പെടെ വ്യക്തമാക്കണം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിരുന്ന് CPMന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരെയാണ് ഈ ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയിൽ ഇരുന്നപ്പോൾ ഇതേ ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി കുപ്രസിദ്ധനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിരുന്ന് CPIMന് വേണ്ടി അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ശ്രമം നടത്തുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ഈ അടൂർ പ്രകാശിന്റെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുമെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഉന്മേഷ്, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.